വിശ്വാസിക്ക് പാർട്ടിക്കകത്ത് സ്വീകാര്യത കിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് മത്തായി ചാക്കോയുടെ അന്ത്യകൂദാശ പാർട്ടി തന്നെ ചർച്ച ചെയ്തു, പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞത്. ഇപ്പോ സാവ് പറയുന്നത് പോലെ വിശ്വാസിക്ക് അംഗമാകാം, പക്ഷെ നേതാവാകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് അത് പിന്നെ മത്തായി ചാക്കോ തന്നെ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിലർ അന്തരിക്കുന്നതിന് മുമ്പേ മക്കളോടോ ബന്ധുക്കളോടോ പറയും, മതാചാരമനുസരിച്ച് എൻ്റെ ഒരു കർമ്മവും നിർവഹിക്കരുത്. അത് അവരുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മത്തായി ചാക്കോൻ്റെ കാര്യത്തിലും അതാണ്. അപ്പോൾ നമ്മളിപ്പം എന്താണോ ഈ മരണപ്പെട്ടയാൾ നേരത്തെ ആഗ്രഹിച്ചിരുന്നത് അതനുസരിച്ചല്ലേ നമ്മൾ അവർക്ക് നല്ല അന്ത്യോപചാരം അർപ്പിക്കുക. ഇതാണ് അതിനെ ആ തരത്തിൽ കണ്ടാൽ. ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നേരത്തെ നമ്മൾ ശ്രീധന്റെ ചോദ്യത്തിൽ ഈ ശോഭയാത്ര നടത്തിയതും താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടതും ഒക്കെ ചോദിച്ചു. കണ്ണൂരിലെ ഒരുപക്ഷെ കണ്ണൂരിലെ നേതാക്കളിൽ ഇന്നുള്ളതിൽ പിണറായി സംസ്ഥാന നേതാവായി നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പോപ്പുലറായ നേതാവാണ് പി ജയരാജൻ. പി ജയരാജൻ ജനങ്ങളുടെ ഒക്കെ കണ്ണിലുണ്ണിയാണ്, പാർട്ടി കേഡേഴ്സിന്റെ കണ്ണിലുണ്ണിയാണ്. പക്ഷെ പി ജയരാജനെ പാർട്ടി ആ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന ഒരു പരസ്യമായ ഒരു സെന്റിമെന്റ് ഉണ്ട് എമംഗ് ദ പബ്ലിക്. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സെന്റിമെന്റ് ഉണ്ട്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് പലതരത്തിൽ പാർട്ടി ബന്ധുക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടേ ഞാനതിന് കാണുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അത് തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ്. ഞാൻ നേരത്തെ പാർട്ടി മെമ്പറായിരുന്നു. വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഓരോ തലത്തിലേക്കും വന്നല്ലോ. പിന്നെ എനിക്കാഗ്രഹമുണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവണം, എനിക്കാഗ്രഹമുണ്ട് ഓൾ ഇന്ത്യ സെക്രട്ടറി ആവണം, എനിക്കാഗ്രഹമുണ്ട് ഞാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തണം. അത് എൻ്റെ ആഗ്രഹമാണ്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ കമ്മിറ്റികൾ ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്തിട്ടാണല്ലോ ഓരോ സഖാവിനും അതിൻ്റെ പദവികൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല, വിഷമിച്ചത് കൊണ്ട് കാര്യമില്ല. വേറെ ആൾക്ക് ഇദ്ദേഹത്തിന് ഇന്ന പദവി കിട്ടണമായിരുന്നു. ഇപ്പോൾ ഇവിടെ അനിൽ പറഞ്ഞതുപോലെ ഇന്ന് പിന്നെ പി ജയരാജന് ഇന്ന സ്ഥാനം കിട്ടണമായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം CPM-ന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ബോഡിയുണ്ട്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിലയിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം അംഗീകരിച്ച് പോലാണ് പാർട്ടി രീതി. തീർച്ചയായും അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നല്ല നടപടിയാണ്. എന്റെ സംശയം ഇതല്ല, അങ്ങേക്കാൾ വളരെ സീനിയോറിറ്റി കുറഞ്ഞ, അങ്ങേക്കാൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുറഞ്ഞ, ഏജിൽ കുറഞ്ഞ, ഇതൊക്കെ മാറ്റി നിർത്തിയാൽ പാർട്ടിക്ക് വേണ്ടി പി ജയരാജൻ സഹിച്ച ത്യാഗങ്ങൾ ഒന്നും സഹിച്ചിട്ടില്ലാത്ത നേതാക്കൾ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലെത്തുന്നു. അത് സെക്രട്ടേറിയറ്റ് ആകട്ടെ, CC ആകട്ടെ, PB നമുക്ക് മാറ്റി നിർത്താം. എന്താണെങ്കിലും കേരളത്തിലുള്ള നേതാവിന്, പി ജയരാജൻ എന്ന നേതാവിന് എത്താവുന്ന തലങ്ങളിൽ മറ്റു പലരും എത്തുകയും താങ്കൾ ഇതേവരെ അങ്ങോട്ടേക്ക് എത്താതിരിക്കുകയും ചെയ്തതുള്ള സ്വാഭാവികമായ സംശയമാണ്. താങ്കൾ പാർട്ടിയെ തള്ളിപ്പറയണം അങ്ങനെയല്ല ചോദിക്കുന്നത്. അത് ജനങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ഒരു സംശയമാണ്. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ ജില്ലാ പഞ്ചായത്തിൽ അംഗമായത് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ 10 വർഷം MLA ആയി. അപ്പോൾ അതിനിടയിൽ എൻ്റെ പേരിലുള്ള ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. അപ്പോൾ അസാധുവാക്കിയിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധിയിൽ തന്നെയുണ്ട്, അതായത് എൻ്റെ നോമിനേഷൻ്റെ സ്ക്രൂട്ടിനി നടക്കുന്ന അവസരത്തിൽ എനിക്ക് അയോഗ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് തള്ളേണ്ടതായിരുന്നു എന്നതാണ്. സുപ്രീം കോടതി വിധി വരുമ്പോൾ ആ ശിക്ഷിക്കപ്പെട്ട കേസിൽ അപ്പീൽ കോടതി എന്നെ ഈ അയോഗ്യതയുടെ പരിധിയിൽ വരുന്ന ശിക്ഷ കുറച്ചിരിക്കുന്നു. സംഗതി മനസ്സിലായി. അപ്പോൾ യോഗ്യതയുണ്ട്. പാർട്ടി എന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. അവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് കൂത്തുപറമ്പ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് ജയിച്ചത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലാണ് 10 വർഷം ഞാൻ MLA ആയി. ഇപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള 1977
SFIയുടെ മേഖല വിട്ട് ഞാൻ CPMൻ്റെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായി. പിന്നീട് കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയായി. യാദൃശ്ചികമായിട്ടാണ് ഏരിയ സെക്രട്ടറി. പെട്ടെന്ന് ഏരിയ കമ്മിറ്റിയിൽ വന്നു, പെട്ടെന്ന് ഏരിയ സെക്രട്ടറിയായി. അന്ന് ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജയരാജനാണ് കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ആയത്. സീനിയറായിട്ടുള്ള എത്രയോ അനുഭവമുള്ള ആളുകൾ. ഡിപ്പെൻസ്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഞാൻ സെക്രട്ടറി ആയി. അപ്പോൾ ഇന്ന് എന്നേക്കാളും ജൂനിയറായിട്ടുള്ള ആളുകൾ എന്നേക്കാളും ഉയർന്ന പദവിയിൽ പാർട്ടിയിൽ ഇരിക്കുന്നു. അതിൽ ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല. അത് പല സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം താങ്കളുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നില്ല. അതേസമയം താങ്കളോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ സെക്രട്ടറി ആയിരുന്ന പലരും, ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് രണ്ടുപേർക്കും അറിയാം, പലരും പരാജയത്തിന് ശേഷം തിരിച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തി. അതിലൊരു ഇരട്ട നീതിയില്ലേ? ഇല്ല ഇല്ല ഇല്ല. അതായത് ഓരോ കാര്യത്തിൻ്റെയും അന്നത്തെ ആ സാഹചര്യത്തിലെ എന്താണോ ആ സാഹചര്യത്തിൽ എന്താണോ തീരുമാനമെടുക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ 2019 വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവണമെന്ന് പാർട്ടി തീരുമാനിച്ചു. അന്നേരത്ത് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു സ്ഥിരം സെക്രട്ടറി അവിടെ നിശ്ചയിച്ചു. പിന്നീട് നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആക്ടിംഗ് സെക്രട്ടറിമാരാണ് അവിടെ വന്നത്. എൻ്റെ കാര്യത്തിൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിട്ടുള്ളൊരു തീരുമാനം അന്ന് വന്നിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ആ സ്ഥാനം തിരികെ കിട്ടുമോ? കണ്ണൂരിൽ മാത്രം സ്ഥിരം സെക്രട്ടറി, ബാക്കി രണ്ടിടത്ത് ആക്ടിംഗ് സെക്രട്ടറിയും വരുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ സംശയം. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തീരുമാനമെടുക്കാൻ അധികാരമുള്ള കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുക. ഈ ജയരാജന്റെ പോപ്പുലാരിറ്റി, പ്രത്യേകിച്ചും കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു പോപ്പുലാരിറ്റി ചില നേതാക്കന്മാരെയെങ്കിലും കുറച്ചൊന്ന് അസ്വസ്ഥരാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അതായത് സ്വാഭാവികമായിട്ടും ഇപ്പം എന്നോടുള്ള ഒരു ആദരവ് പല നിലത്തും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് ചില സാഹചര്യങ്ങളുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, 1999 തിരുവോണ സമയത്ത് വീട്ടിൽ കയറിയിട്ട് എന്നെ RSSകാർ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി സഹാക്കൾക്കൊക്കെ എന്നോടുള്ള ഒരു ആദരവുണ്ടാകുമല്ലോ. ഈ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ എന്നുള്ളൊരു പദവി വന്നല്ലോ, അത് ആദരവുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലരോട് സ്നേഹമുണ്ട്, എന്നോട് മാത്രമല്ല. മനസ്സിലായില്ലേ? ആക്രമിക്കപ്പെട്ട സഖാക്കൾ. ഇപ്പോൾ പുഷ്പൻ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഫലമായിട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് എത്രയോ ദശകങ്ങൾ നമ്മുടെ കൂടെ കഴിഞ്ഞ ആളാണല്ലോ ആ പുഷ്പനോട് ഒരു വല്ലാത്ത ആഭിമുഖ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിലക്ക് ഈ കേസുകൾ, പിന്നെ UAPA കേസിൽ എന്നെ പെടുത്തി. UAPA അപ്പോൾ അതിർത്തി കടന്ന് രാജ്യത്തിനകത്ത് വിധ്വംസ പ്രവർത്തനം നടത്തുന്നവരെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു നിയമത്തിലെ വകുപ്പ് ഉപയോഗിച്ച് എനിക്കെതിരായിട്ടൊരു കേസ് വന്നു. അപ്പോൾ ഇത് ജയിലിലടക്കപ്പെട്ടു. ജാമ്യം കിട്ടി. സാധാരണഗതിയിൽ UAPA കേസിൽ പെട്ടാൽ ജാമ്യം കിട്ടൽ വിഷമമാണ്, പക്ഷേ എനിക്ക് ജാമ്യം കിട്ടി. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം എന്നോട് ആളുകൾ പല നിലക്കും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന നിലയുണ്ട്. അത് പലർക്കും കിട്ടുന്ന അംഗീകാരം തന്നെയാണ്. വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരെയും അടിസ്ഥാനം. സ്നേഹം ചിലരെങ്കിലും അസ്വസ്ഥരാക്കി വന്നതാണ്. ആ സ്നേഹം ചിലരെങ്കിലും അസ്വസ്ഥരാക്കി വന്നതാണ് സംശയം. അതൊക്കെ നിങ്ങളെ വ്യാഖ്യാനമാണ്. പാർട്ടിക്ക് മീതെ വളർന്നു എന്നുള്ള നിലയിലാണ് കാലത്ത് പാർട്ടിയിലൊക്കെ നടന്ന വിമർശനങ്ങളെന്നാണ് പുറത്ത് പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ. പിന്നെ അതേപോലെ തന്നെ അങ്ങ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എനിക്കൊന്ന് പാർട്ടി ഭരണത്തിലിരുന്നതിന് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടായിരുന്നു. അത് വല്ലാതെ പാർട്ടിക്ക് ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയ ഒരു മാർച്ചായിരുന്നു. പിന്നെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയ പാട്ടുകൾ, പിന്നെ PJ എന്ന് പറയുന്ന സാധനം, ഇതെല്ലാം പാർട്ടിയേക്കാൾ വളരുന്ന ജയരാജൻ എന്നുള്ളത്. അതിനുശേഷമാണ് ഇപ്പം നേരത്തെ അനിലും കാര്യങ്ങൾ ചോദിക്കുന്നതിന് ജയരാജൻ പതുക്കെ അത്തരത്തിലൊരു ചിത്രത്തിലൊന്നും ഇല്ലാതെ നമ്മൾ പറയുന്ന പോലെ സംസ്ഥാന കമ്മിറ്റി നേതാവ് എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഓരോ പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും എല്ലാ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും ഉള്ള ഒരു സാധനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഇത് അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ജയരാജൻ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ പറയുന്ന അത് നോക്കുന്നവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല.
ഇല്ല, അതിൽ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകന്മാർക്ക് പാർട്ടിക്കാരും ഉണ്ടല്ലേ? മാധ്യമപ്രവർത്തകന്മാർക്ക് പല നിലക്കുള്ള എഴുത്തുകൾ നടത്തും, ചില ഗോസിപ്പുകൾ നടത്തും, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുമല്ലോ. ഇതിൽ എന്നെക്കുറിച്ചുള്ള പാട്ട് പാടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്ര വർഷമായി എനിക്ക് തോന്നുന്നത്? 17 വർഷമായി. ഇപ്പോഴും അത് എൻ്റെ പ്രേരണയാൽ എഴുതിയതാണ്, പാടിയതാണ് എന്നാരും പറഞ്ഞിട്ടില്ല ഇതുവരെ. മനസ്സിലായില്ലേ? ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇത്. ഇദ്ദേഹം തന്നെ അങ്ങനെയാണല്ലോ, ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പണം കൊടുത്തിട്ട് ഫ്ലക്സ് ബോർഡ് വെപ്പിക്കുക, സിന്ദാബാദ് വിളിപ്പിക്കുക. അങ്ങനത്തെ ഒരു രീതിയും ഞാനിതേവരെ അവലംബിച്ചിട്ടില്ല. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെത് ചില സ്ഥലത്ത് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു, പല നിലക്കും വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ വ്യക്തിപരമായിട്ട് നമ്മളെന്തെങ്കിലും പ്രേരിപ്പിച്ചിട്ട് ചെയ്തതല്ല, ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ജനങ്ങളോട് നല്ല നിലക്ക് പ്രതിബദ്ധതയുള്ള പാർട്ടി നേതാക്കന്മാർ ജനങ്ങൾക്ക് ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള പല വഴികളും തേടും. അപ്പോൾ അതനുസരിച്ച് പാട്ട് വന്നിട്ടുണ്ട്, തിരുവാതിരക്കളി വന്നിട്ടില്ലേ അല്ലേ? തിരുവാതിരക്കളിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് സഖാവ് പിണറായിയോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. എന്നോടും പ്രകടിപ്പിച്ച ഈ ആദരവുണ്ടല്ലോ, പ്രത്യേകമായിട്ടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ടത്, ആ നിലക്ക് കണ്ടാൽ മതി. മറ്റ് ഞാനെന്താ പ്രേരിപ്പിച്ചില്ല. പിന്നെ പി ജെ ആർമിയുടെ പിന്നിൽ ഈ ജയരാജനുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അന്ന് ചിലരെല്ലാം പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാനങ്ങനെ വഴിവിട്ട ഒരു മാർഗവും സ്വീകരിക്കാറില്ല. പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ആളാണ്. അത് സംബന്ധിച്ച് അന്വേഷിച്ചും അത് തന്നെയാണ് കണ്ടെത്തിയത്. എനിക്കത് സംബന്ധിച്ച് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ചില സ്ഥലത്തൊക്കെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു, സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തി. പി ജിയെ വിളിക്കൂ, അങ്ങനെയാണല്ലോ പണ്ട്, ഇന്ദിരയെ വിളിക്കൂ, നാടിനെ രക്ഷിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ പോലെ ചില പ്രചരണങ്ങൾ വന്നിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് മാത്രമല്ല, ഞാനതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അതൊന്നും അതായത് എനിക്കെതിരായിട്ട് ഇതുപോലെയുള്ള ആരാധനയുടെ ഭാഗമായിട്ടുള്ള പല പ്രകടനങ്ങളും നടക്കാറുണ്ട്. നേരെ വിപരീതമായിട്ടും വരുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹം കൊലരാജനാണ്, യമരാജനാണ് എന്നൊക്കെയുള്ള പ്രചരണം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല. കാരണം നമ്മളെന്താണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് ചെയ്യുന്നത്, മനസാക്ഷിക്കനുസരിച്ച് ചെയ്യുക. അത് ആർക്കെന്ത് തോന്നുന്നു, ആരെല്ലാം എന്ത് പ്രചരിപ്പിക്കുന്നു എന്നൊന്നും ഞാൻ നോക്കാറില്ല. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഈ ജയരാജൻ ഇല്ലെങ്കിൽ ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പിയെ കുറിച്ച് അങ്ങൊരു പരാതി റൈസ് ചെയ്ത കാര്യം വാർത്തകളിലൊക്കെ പലതവണ വന്നതാണ്. ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ദിവസം അങ്ങ് അത് വീണ്ടും ചോദിക്കുകയുണ്ടായി, ഞാനൊരു പരാതി തന്നിരുന്നു, അതെന്തായി എന്ന്. പക്ഷെ പാർട്ടി നേതൃത്വം മറുപടി പറഞ്ഞതേയില്ല. ഇ പിയുടെ ചില കോൺട്രവേഴ്സികളെങ്കിലും പാർട്ടിയുടെ ഫോറത്തിൽ ഉയർത്തിയ ആളാണ് താങ്കൾ. പാർട്ടിക്ക് അത് വലിയ യശസ്സിന് മങ്ങലേൽപ്പിക്കുന്നതാണ് എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട റിസോർട്ട് കോൺട്രവേഴ്സി ആണെങ്കിലും BJPയുടെ ഒരു ഉന്നത നേതാവുമായി നടത്തുന്ന മീറ്റിംഗ് ആണെങ്കിലും ഒക്കെ വലുതായി ചർച്ചയാകും. അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതായത് സഖാവ് ഇ പി ജയരാജൻ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയിൽ ഞാൻ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു കണ്ണൂരിൽ. അപ്പം അങ്ങനെ നമ്മുടെ സീനിയർ നേതാവാണ്. പാർട്ടിക്കകത്ത് ഏത് നേതാവും വിമർശിക്കപ്പെടും, മനസ്സിലായില്ലേ? പാർട്ടി ഭരണഘടനയിൽ വകുപ്പുണ്ട്, പാർട്ടി മെമ്പറുടെ അവകാശം. ആ അവകാശത്തിൻ്റെ ഭാഗമായി ഏത് നേതാവും വിമർശിക്കപ്പെടും, ഏത് തീരുമാനവും വിമർശിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ആ പാർട്ടിക്കകത്ത് പലതരക്ക ചർച്ചകൾ നടക്കും. ഈ ചർച്ചകളെ വക്രീകരിച്ച് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ പലതും തയ്യാറാകുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്കുള്ള എൻ്റെ ഉൾപാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഇന്നത് പറഞ്ഞിരുന്നോ, ഇന്നേ കത്ത് കൊടുത്തിരുന്നോ എന്നൊന്നും വെളിപ്പെടുത്തുക സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല.
അത് നടക്കുന്ന സാധാരണ പിന്നെ നമുക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇന്നേ കമ്മിറ്റി യോഗത്തിൽ നിങ്ങളെന്താ അഭിപ്രായം പറഞ്ഞു? നിങ്ങളിങ്ങനെ കത്ത് കൊടുത്തിരുന്നോ? കത്ത് കൊടുത്തു എന്ന് പറയാനും കത്ത് കൊടുത്തില്ല എന്ന് പറയാനും ഞാൻ ആളല്ല. അതെ അതെ. അപ്പോൾ പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, വിമർശനം, സ്വയം വിമർശനം, അത് മറ്റൊരു പാർട്ടിക്കില്ലാത്ത സവിശേഷതയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷതയാണ് വിമർശനവും സ്വയം വിമർശനവും. നിങ്ങൾ എൻ്റെ ഘടകത്തിൽ അംഗമാണെങ്കിൽ എനിക്ക് നിങ്ങളെ വിമർശിക്കാം, നിങ്ങൾക്ക് എന്നെയും വിമർശിക്കാം. ആ വിമർശനത്തിൽ വല്ലതും ഉൾക്കൊള്ളേണ്ടതുണ്ടോ എന്നത് ഞാൻ സ്വയം ആലോചിക്കണം. അതാണ് സ്വയം വിമർശനം. ആ വിമർശനവും സ്വയം വിമർശനവും നടക്കുന്നതിൻ്റെ ഭാഗമായി പല ചർച്ചകളും നടക്കും. അതൊന്നും മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ എൻ്റെ സംശയം, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരു സഖാവ് BJP-യുടെ വളരെ സമ്പന്നനായ ഒരു നേതാവുമായി ചർച്ച നടത്തിയതിൽ അപാകതയുണ്ട് എന്ന് പൊതുവിൽ കാണുന്നുണ്ട്. അല്ല, അത് ഉണ്ടോ ഇല്ലയോ എന്നാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ചായ കുടിക്കാനായി വന്നു പോയതാണ്. അതെ, അല്ല അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന അവസരത്തിൽ അവിടുന്ന് ഒരു ചായ വേണമെന്ന് ചോദിക്കുന്നു ഒരു കോൺഗ്രസ് നേതാവ്, BJP-യുടെ നേതാവ്. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചർച്ചയാവും. ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുക, അദ്ദേഹം ഇങ്ങനെ മുട്ടി നിൽക്കുക. അല്ല സർ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉൾപാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്നു അല്ലെങ്കിൽ ആത്മവിമർശനം നടക്കുന്നു എന്നുള്ളത്. ഈ ആത്മവിമർശനം കഴിഞ്ഞ 10 വർഷക്കാലത്തും വളരെ ആക്റ്റീവായിട്ട് നടന്നിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് വരെയും തുടർഭരണം എന്നൊരു ക്യാമ്പയിൻ, LDF-ന്റെ ക്യാമ്പയിനിൽ വളരെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന പല പാർട്ടി പ്രവർത്തകരും തിരഞ്ഞെടുപ്പിന് ശേഷം പലതരം കമ്മിറ്റികളിൽ ഒരു പിണറായി വിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന നിലയിലേക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ 10 വർഷക്കാലവും ഇത്തരം വിമർശനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതൊരു പൊതു തത്വമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വിമർശനവും സ്വയം വിമർശനവും. അത് മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്തതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടാവേണ്ടതുമായിട്ടുള്ള ഒരു ഗുണമാണ്. അത് കുറവ് വരുന്നു. കുറവ് വന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജൈവികമായിട്ടൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തും, ജൈവികമായ സ്വഭാവത്തിൽ കുറവ് വരുത്തും. അപ്പോൾ അതുകൊണ്ട് ഒരു തത്വമെന്ന് നിലക്കാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ആ CPM-നകത്ത് ഈ 10 വർഷക്കാലത്തിനകത്ത് വിമർശനം നടന്നിട്ടുണ്ടോ, സ്വയം വിമർശനം നടന്നിട്ടുണ്ടോ? പൊതുവിൽ നടന്നിട്ടുണ്ടെന്നേ പറയാൻ പറ്റും. അതിൽ കുറവുണ്ടായിട്ടുണ്ടോ എന്നത് ഞങ്ങൾ പരിശോധിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടിക്ക് അതിന്റെ ജീവൻ ബന്ധം നഷ്ടപ്പെട്ടു എന്നുണ്ട്. സാധാരണ കാര്യമായിട്ട് 2024 അത്തരം ഒരു വിലയിരുത്തലുണ്ടാകും. 25-ൽ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു തിരിച്ചടി. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചോദ്യം വരുന്നത്. അത് താങ്കൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? ഇത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ജനങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം അത് ദൃഢീകരിക്കേണ്ടതുണ്ട്. അതിൽ വന്ന പോരായ്മകളൊക്കെ ഞങ്ങൾ അതത് അവസരത്തിൽ പരിശോധിക്കാറുണ്ട്, ഇപ്പോഴും പരിശോധിച്ചിട്ടുണ്ട്, ഇനിയും പരിശോധിക്കും. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും പാർട്ടി ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു റിസൾട്ട് വരുന്നത് വരെ. 74 സീറ്റിൽ നിന്ന് 77 സീറ്റ് പല കണക്കുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റിസൾട്ട് വന്നപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയ ഒരു പിക്ചറാണ് കണ്ടത്. അപ്പോൾ പാർട്ടി ഈ ജനങ്ങളിൽ നിന്ന് അത്രയധികം പൾസ് മനസ്സിലാക്കുന്നതിൽ അത്രയധികം പരാജയപ്പെട്ടു എന്നല്ലേ ഈ റിസൾട്ട് കാണിക്കുന്നത്. കാരണം റിസൾട്ട് വരുന്ന ദിവസം വരെ സർട്ടൻ കേന്ദ്രങ്ങളിൽ നിന്നും വന്നിരുന്ന കണക്കുകൾ ഇതാണ്, 74, 77 ഒക്കെയാണ്. അപ്പം അത്ര ഒരു വ്യത്യാസം വരണമെങ്കിൽ അത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ടെന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം മെയിൻ റീസൺ, പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ വലതുപക്ഷം ഇടതുപക്ഷത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടിയിരിക്കുന്നു. അതായത് 2021-ലെയും 2026-ലെയും തെരഞ്ഞെടുപ്പ് നോക്കുന്ന നേരത്ത് ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നപ്പോൾ തുടർഭരണത്തിന് ജനവിധി ഉണ്ടായി. 2026-ൽ അത് നേരെ വലതുപക്ഷത്തേക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക്
ഇത്രത്തോളം ഒരു ശക്തമായിട്ടുള്ള നിലയിലുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന് നമ്മൾ കണക്കാക്കിയിരുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ സാറേ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഇലക്ഷൻ നോക്കിയാൽ ഇതൊരു സോഷ്യൽ മീഡിയ ഡ്രിവൺ ഇലക്ഷനും അതിൻ്റെ റിസൾട്ട് ആണെങ്കിലും ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രി ആണെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രചരണവും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്ന ഒരു സമയമാണിത്. അവിടെയാണ് നമ്മൾ ഭയങ്കര കടുകട്ടിയായ ഭാഷാ പ്രയോഗങ്ങളും ഒക്കെയായിട്ട് CPM ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. 50കളിൽ എന്തു പറഞ്ഞോ അത് തന്നെയാണ് CPM ഭാഷാ പ്രയോഗങ്ങളിൽ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാലത്തിനനുസരിച്ച് മാറിയാൽ അത് കുറ്റമാവും, മാറിയില്ലെങ്കിൽ അത് വലിയ പരാജയങ്ങളിലേക്ക് നീളും. ഇങ്ങനൊരു വലിയൊരു പ്രതിസന്ധി CPM നേരിട്ട് കാണുന്നില്ലേ? അത് റിയലൈസ് ചെയ്യുന്നില്ലേ? അതായത് 50കളിലെ പ്രചരണ രീതിയൊന്നും അല്ല ഈ 2026 രീതിയല്ല, ചില അതായത് സോഷ്യൽ മീഡിയ അതൊക്കെ ഉദാഹരണത്തിന് MP ഗോവിന്ദൻ സംസാരിക്കുന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നതിന്റെ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ കാര്യങ്ങൾ എന്നാണ് സാധാരണക്കാരുടെ പ്രസംഗത്തിന് ചോദിക്കുന്നത്. ഇതാണ് ചോദിച്ചത്. ഈ ഭാഷയ്ക്കൊരു മാറ്റം വരണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒന്ന് ബോധപൂർവം മീഡിയ ഉണ്ടാക്കുന്ന ഒരു പ്രതീതി നിർമ്മാണമുണ്ട്. ബോധപൂർവം അത് എക്കട്ടെ. അതേസമയം ഞാനതാ പറഞ്ഞത്, ഇപ്പോൾ ഒന്നാമത്തെ കാരണം മീഡിയ ഉണ്ടാക്കുന്നൊരു കൃത്യമായിട്ടൊരു ബോധനിർമ്മിതിയുണ്ട്. അതേസമയം നമ്മുടെ ഭാഗത്ത് നിന്ന് വല്ല പോരായ്മയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അത് ഞാനായിക്കഴിഞ്ഞാലും എൻ്റെ ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ ഒരു സംഭവത്തോട് മാധ്യമ പ്രതിനിധികളോട് പ്രതികരിക്കുന്ന അവസരത്തിലോ വല്ല പോരായ്മയും വരുന്നുണ്ടെങ്കിൽ പാർട്ടിയും ചർച്ചയും ഞാനും സ്വയം പരിശോധിക്കേണ്ട വിഷയമാണ്. പരിശോധിക്കാറുണ്ട്. ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ള എൻ്റെ സംശയമാണ്. ഈ ഇസ്ലാം ഇതിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എനിക്കത് തോന്നിയതെന്ന് പറഞ്ഞാൽ മുഴുവൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇപ്പം അതിൽ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പല മുസ്ലിം സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി അവരുടെ വർഗീയമായ നിലപാട്, പിന്നെ PDP എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവസാന നിലയിൽ വന്നത്, ഇത്തരം സാധനങ്ങളാണ്. പക്ഷെ CPM ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയങ്ങളെല്ലാം കണ്ടിരുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കേന്ദ്ര കമ്മിറ്റി തന്നെ അത്തരം ഒരു നിലപാടെടുക്കുകയും ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെതിരായിട്ട് ഭയങ്കരമായ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പം ഹിന്ദു സമൂഹത്തിനുള്ളിൽ നടക്കുന്ന RSSന്റെ നേരത്തെ പറഞ്ഞ അവരുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക, പൊതു ഐഡന്റിറ്റി ഉണ്ടാക്കുക, ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉണ്ടാക്കുക, മുസ്ലിം ഐഡന്റിറ്റി ഉണ്ടാക്കുക, ഇതാണ് പലപ്പോഴും നമ്മൾ ഈ വർഗീയമായിട്ട് വരുന്നതിൽ ഒരു ഇത് കാണുന്നത്. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ഇതിനെ എതിർക്കുന്നതിന് പകരം നമ്മൾ ഒരു സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കുന്നതല്ലേ ഈ നമ്മൾ ചെന്ന് ചാടുന്ന അബദ്ധം എന്ന് പറയുന്നത്. അതായത് ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ഉത്തരാധുനികത, ആ ഉത്തരാധുനികതയുടെ ദർശനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ സ്വത്ത് രാഷ്ട്രീയം. അപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില വിഭാഗങ്ങളുടെ സ്വത്ത് പ്രശ്നങ്ങളുണ്ട്. സ്വത്വബോധം സമൂഹത്തിലുണ്ടല്ലോ, ജാതിബോധം ഒരു സ്വത്വബോധമാണ്. അതേസമയം ചില സ്വത്ത് പ്രശ്നങ്ങളുണ്ട്. സ്വത്ത് പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം. ആ സ്വത്ത് പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇടപെടണം. അതേസമയം ആ സ്വത്ത് പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്വത്ത് രാഷ്ട്രീയം ഉണ്ടാക്കുന്നതിനെതിരായിട്ട് നല്ല നിലക്കുള്ള ഇടപെടൽ വേണം എന്നതാണ് പാർട്ടി നേരത്തെ ആലോചിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ ചെറിയ പോരായ്മകൾ വന്നു. ആ പോരായ്മകൾ പരിഹരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പുസ്തകത്തിലും താങ്കൾ അത്തരം ഒരു സ്വത്ത് രാഷ്ട്രീയം എന്നുള്ള നിലപാടിലല്ല ഈ വിഷയത്തെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അല്ല. അതായത് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്നാണ്. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ഇസ്ലാമിനെയും 2ആയി കാണുന്ന സമീപനമാണ് ആ പുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഒന്ന്, മതനിരപേക്ഷതയ്ക്ക് പകരം മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നതാണ്. അത് ജമാഅത്തെ ഇസ്ലാമി അതുപോലെയുള്ള സംഘടനകൾ ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്, മുസ്ലിം സമുദായം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഈ സ്വത്ത് രാഷ്ട്രീയം രാജ്യത്തിലെ ഹിന്ദു സ്വത്ത് രാഷ്ട്രീയം രൂപപ്പെടുത്തുന്ന സംഘപരിവാർ ശക്തികൾക്ക് സഹായകരമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളിതിലേക്ക് മുന്നോട്ട് പോയാൽ അവർ നല്ല ആഹ്ലാദത്തിലാണ് നിൽക്കുക. അവർക്ക് നല്ല പായസം കുടിച്ച പോലെയാണ്. ആർക്ക്?
ഈ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് സ്വത്വ രാഷ്ട്രീയമല്ല വേണ്ടത്, സ്വത്വ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മതനിരപേക്ഷ ശക്തികളുടെ ഇടപെടലാണ് വേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞ സംസാരിക്കുമ്പോൾ അത് പറയുന്നുണ്ട്, പക്ഷെ പുസ്തകം അത് അങ്ങനെ ആ രീതിയിൽ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, പുസ്തകത്തിൽ അവസാനം നമ്മൾ മതരാഷ്ട്രവാദം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാപ്റ്റർ വരുമ്പോൾ മതരാഷ്ട്രവാദം വരുന്നു, PDPയുടെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ അതിന്റെ ആദ്യം മദനി എടുത്ത നിലപാടുകളെ കുറിച്ച് പറയുന്നു, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ മുസ്ലിം സാമുദായിക സംഘടനകളും മറ്റ് സാധനങ്ങളുടെയും ഇതൊക്കെ പറയുന്നു. പക്ഷെ മൊത്തം കേരളത്തിലോ ഇന്ത്യയിലോ എന്നുള്ളതല്ല, കേരളത്തിൽ നേരിടുന്ന CPM ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ എങ്ങനെ CPM നേരിടുന്നു എന്നുള്ളതാണ്. അതായത് ആ പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൻ്റെ പേര് ജനാധിപത്യത്തിൻ്റെ ഭാവി എന്നാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഈ സ്വത്വ രാഷ്ട്രീയം. അപ്പോൾ അതേസമയം മുസ്ലിം സ്വത്വം എന്ന് പറയുന്നത് അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സ്വത്വ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ്. അതേസമയം ചിലർ മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട്. ഇപ്പോൾ ചേക്കുട്ടിയുടെ ഒരു പുസ്തകമുണ്ട്. ചേക്കുട്ടിയൊക്കെ മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം പിന്നോക്ക ജാതി യോജിപ്പ്, മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾ തമ്മിലുള്ള യോജിപ്പ്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ യോജിപ്പ് വേണമെന്ന്. അത് സ്വത്വ രാഷ്ട്രീയങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണ്. യഥാർത്ഥത്തിൽ സ്വത്വ പ്രശ്നങ്ങൾ, മുസ്ലിമിൻ്റെ സ്വത്വ പ്രശ്നങ്ങളടക്കം പരിഹരിക്കുന്ന നിലയിലുള്ള മതനിരപേക്ഷ രാഷ്ട്രീയമാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ അധ്യായത്തിൽ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ശക്തിപ്പെടുത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? നമ്മൾ 2026 തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ 26 തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കാണാനാവുന്നത് ഈ സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലതുപക്ഷത്തിൻ്റെ കാലാൾപ്പടയാവുന്ന അനുഭവമാണ് കാണുന്നത്. അത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നോക്കിയാലേ കോൺഗ്രസ് വളരെ ബുദ്ധിപൂർവ്വം അതിനെ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ ഇത്തരം സ്വത്വ രാഷ്ട്രീയത്തെയും, അത് വലതുപക്ഷം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹിന്ദു ഇതായാലും ശരി, മൈനോറിറ്റി സ്വത്വ രാഷ്ട്രീയമായാലും അവർക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു. CPMന് അതിനെ ഒരു സൈദ്ധാന്തികമായിട്ടോ പ്രായോഗിക തലത്തിലോ അതിനെ എതിർക്കാനോ അതിനെ മറികടക്കാനോ കഴിഞ്ഞില്ല. CPMന് എവിടെയാണ് ആ പോരായ്മ ഉണ്ടാകുന്നത്? ഒന്നാമത് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഒന്ന് മണി, പണം. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ആരെയാ സഹായിക്കുന്ന? ഒന്നാം സ്ഥാനമായിരിക്കാം BJP, രണ്ടാം സ്ഥാനമായിരിക്കാം കോൺഗ്രസ്. ഈ പണം കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള പ്രചരണ സംവിധാനം ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ള കനപോലു ടീമുണ്ടല്ലോ. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ? കനപോലു ടീമിൽ അവർ സ്റ്റുഡൻസിനെയൊക്കെ ഉപയോഗിച്ചിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കലയെക്കുട്ടി അവർ നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതിൻ്റെ പണം. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയെ പണാധിപത്യമാക്കി മാറ്റുന്ന ശക്തികളുടെ കൂട്ടത്തിലാണ് കേരളത്തിലെ വലതുപക്ഷവും ഇന്ത്യയിലെ വലതുപക്ഷവും. അത് ഒന്നാം സ്ഥാനം അവർക്ക് കൊടുക്കുന്ന കോർപ്പറേറ്റുകൾ പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കാം BJP, രണ്ടാം സ്ഥാനം കോൺഗ്രസ്സിന്. ഇവിടെയാണ് നേരത്തെ സിതാര പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 2031 എന്തായിരിക്കും ഫലം എന്നത് ജനാധിപത്യത്തിൻ്റെ ഭാവി ആഗ്രഹിക്കുന്നവരൊക്കെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട വിഷയമാണ്. ഒരിടക്കാലഘട്ടം അല്ല, ഒരിടക്കാലഘട്ടം. ആ ഇടക്കാലഘട്ടത്തിൽ ഇതൊരിടക്കാലഘട്ടമാണ്. അപ്പോൾ 2031 ആകുമ്പോഴേക്ക് BJPക്ക് അധികാരം കിട്ടത്തക്ക നിലയിലുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് എന്നതാണ് ധാരണ. അതനുസരിച്ച് അത് വെച്ചുകൊണ്ട് നമ്മളതിനെ കൗണ്ടർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടത്. BJPയുടെ 3 സീറ്റുകൾ കിട്ടിയല്ലോ. BJPയുടെ ഗ്രോത്ത് വരുന്നത് എങ്ങോട്ടേക്കാണ്? CPMന്റെ ചിലവിലാണോ കോൺഗ്രസിന്റെ ചിലവിലാണോ BJP കേരളത്തിൽ വളരുന്നത്? അല്ല, അത് ഒന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേരളം ഒറ്റപ്പെട്ട ദ്വീപല്ലല്ലോ. അപ്പോൾ നാനാ ജാതി സംഘടനകളിലൂടെ നുഴഞ്ഞു കയറാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മതവിശ്വാസികൾക്കിടയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം, വിശ്വാസികളെ കൂടി നമ്മുടെ പക്ഷത്ത് ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനം വേണം എന്ന് പറയുന്നു. മനസ്സിലായി. എൻ്റെ സംശയം, ഇതുകൊണ്ടുള്ള നഷ്ടം ആർക്കാണ്? CPMനാണോ കോൺഗ്രസിനാണോ നഷ്ടം ഉണ്ടാകുന്നത്?
BJP വളരുന്നത് കൊണ്ട്. അല്ല, അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്കുള്ള നഷ്ടമായിട്ടല്ല ഞാൻ കാണുന്നത്. കേരളം യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയുടെ സംരക്ഷയെ തുരുത്താണ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ് മതനിരപേക്ഷത സംരക്ഷയെ തുരുത്തുക. ആ സംരക്ഷയെ തുരുത്തലാണ് ഏറ്റവും വലിയ അപകടം വരാൻ വേണ്ടി പോകുന്നത്. അത് പാർട്ടികൾക്ക് മാത്രമല്ല. ഈ CPM ആണ് BJPയുടെ ഒരു ഗ്രോത്ത്. സമയം എത്രയായി ഇപ്പം? നമുക്ക് നിർത്താം, 8:30 BJPയുടെ ഒരു ഗ്രോത്തിനെ തടഞ്ഞു നിർത്തുന്നത് CPM ആണ്. അത് ഏതാണ്ട് എല്ലാവരും സമ്മതിക്കുന്ന ഒരു ഫാക്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നേരത്തെ അങ്ങ് ശിവഗിരിയുടെ കാര്യം പറഞ്ഞു. ശിവഗിരി പോലെ അല്ലെങ്കിലും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ NSS, SNDP മാതിരിയുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഇവര് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത് BJPയുടെ ഗ്രോത്തിനെ കാര്യമായി തടയുന്നുണ്ട് എന്നൊരു ഒബ്സർവേഷൻ ഉണ്ട്. അതെങ്ങനെയാണ് അത് കാണുന്നത്? വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മകൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം BDJSൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആർക്ക് വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ ചെയ്തത്? BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അവിടെ മത്സരിച്ച ഒരു വനിതാ സ്ഥാനാർത്ഥിയില്ലേ, ശോഭാ സുരേന്ദ്രൻ, ഈഴവ സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരേ സമയം വിവിധ തോണികളിൽ കാല് വെച്ചുകൊണ്ടുള്ള യാത്ര, അത് കുറെ കൂടി തുറന്നു കാട്ടുന്നത്. എന്നിട്ടും ഇതൊക്കെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി കൂടെ നിർത്തുന്നത് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ അല്ല, അതിപ്പോ വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന വന്നപ്പോൾ അതിനെ വേണ്ടത്ര ശക്തമായിട്ട് നമ്മൾ അപലപിച്ചോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. CPMൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഷാർപ്പായി അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അത്രമാത്രം വന്നില്ല എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. കാറിൽ കയറ്റിയതോ? കാറിൽ കയറ്റിയൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ആരെങ്കിലും എൻ്റെ വാഹനം പോകുന്നു, ഞാനും അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ രാഷ്ട്രീയ ധാരണയാണ് അതിൻ്റെ അർത്ഥം. അതല്ല, ഒരു പ്രായമായിട്ടൊരു മനുഷ്യനെ കാറിൽ കയറ്റുന്നതും ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന വന്നപ്പോൾ അതിനോട് ഷാർപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് വിമർശനം നടത്താത്തതും അത് വിമർശന വിധേയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിച്ചിട്ടുണ്ട്. ഇത് അത്ര സിമ്പിളായ ഒരു കാര്യമാണ്. അന്ന് വളരെ മുതിർന്ന ഒരു നേതാവാണ്, അതുകൊണ്ടുള്ള സംശയമാണ്. നമുക്ക് രണ്ടുപേർക്കും അറിയാം വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നതിൽ CPM പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, പലപ്പോഴും പല ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും മോശമായ പ്രസ്താവനകൾ നടക്കുമ്പോൾ പോലും അദ്ദേഹത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. കാറിൽ കയറ്റുന്നത് പ്രായമായ ഒരാളിനെ വെറുതെ കയറ്റുന്നതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ എല്ലാ പ്രായമായ മനുഷ്യനും കയറാറില്ല. അല്ല, അത് സന്ദർഭത്തിനനുസരിച്ചിരിക്കുക. അവിടെ ഒരു സന്ദർഭം ഉണ്ടായി. അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം വെച്ച സ്ഥലത്ത് നിന്ന് പരിപാടി സ്ഥലത്തേക്ക് നടന്നു പോകുന്നതിന് ഒഴിവാക്കാൻ വേണ്ടി കാറിൽ കയറ്റി, അത്ര മാത്രമേ ഇതിനുള്ളൂ. അതേസമയം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPയുടെ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ നമ്മൾ ഒറ്റതിരിഞ്ഞ് കാണാൻ പറ്റില്ല. കാരണം നേരത്തെ നവോത്ഥാന സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്താ നവോത്ഥാന സമിതി രൂപീകരിക്കാൻ കാരണം? അതേ വെള്ളാപ്പള്ളി നടേശന് നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ട് വെച്ചത് അല്ലല്ല. നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെച്ച വെള്ളാപ്പള്ളി നടേശൻ ചില സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അതാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ സന്ദർഭത്തിന് ശേഷമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പരസ്യമായിട്ട് വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടില്ല എന്നുള്ള പരാതിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കണ്ണൂരിലെ നേതാവ് നിലയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. ഒരു പൊതുജനത്തിന്റെ ഒരു സംശയമായി കണ്ടാൽ മതി. കാരണം P. ജയരാജൻ എന്ന പേര് പറയുമ്പോൾ അന്ന് തന്നെ പറയുന്ന പോലെ 99 അങ്ങേക്കെതിരെയുണ്ടായ ആക്രമണം, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം കേരളം എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തിടയ്ക്ക് ഒരു മീറ്റിംഗിന് ശേഷം അക്രമ രാഷ്ട്രീയം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ CPM ആസൂത്രിതമായി അക്രമം നടത്തുന്നുണ്ട് എന്നതാണ് കേരളത്തിലെ ബാക്കി എല്ലാ പാർട്ടികളും, ലീഗ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ ഒക്കെ ആരോപിക്കുന്നത്. കണ്ണൂരിൽ എന്താണ് CPMന്റെ ഒരു ശൈലി? എന്താണ്? ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കലാണോ, അല്ലെങ്കിൽ മറ്റേ വരമ്പത്ത് കൂലി കൊടുക്കുകയാണ്?
അതായത് CPM ആണ് അക്രമ രാഷ്ട്രീയത്തിൻ്റെ എല്ലാം എന്ന നിലക്കുള്ള പ്രചരണം കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനും കോൺഗ്രസിൻ്റെ കൊടി പ്രാദേശികമായിട്ട് ഉയർത്താനും പ്രവർത്തിച്ചിട്ടുള്ള പ്രമുഖനായിട്ടൊരു നേതാവാണ് മൊയാർത്തി ശങ്കരൻ. ആ മൊയാർത്തി ശങ്കരനെ തല്ലിക്കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സാണ്. നിങ്ങൾ നോക്കൂ, ഈ അക്രമ രാഷ്ട്രീയത്തെപ്പറ്റി അനിലിപ്പോൾ പറഞ്ഞല്ലോ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ്? അടിയന്തരാവസ്ഥ കാലത്ത് വീട് തൊഴിലാളിയായിരുന്ന കുളങ്ങരോത്ത് രാഘവനെ പണിസ്ഥലത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് മമ്പ്രം ദിവാകരൻ. അദ്ദേഹം KPCC മെമ്പറായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ CPM മാത്രമാണ് ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി ഉള്ളത് എന്ന ഒരു നറേഷൻ, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം, എന്താ സംശയം? RSSും CPM തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത പാർട്ടിയാണ് CPIM. അപ്പോൾ ഔദ്യോഗികമായ സംവിധാനത്തിൻ്റെ ഭാഗമായി ചർച്ച നടന്നപ്പോൾ കുറേ കാലം സമാധാനപരമായിട്ടുള്ള നില ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വീണ്ടും സംഘർഷം ഉണ്ടായിട്ടുണ്ട്, വീണ്ടും സമാധാനത്തിൻ്റെ നില ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമൂഹത്തിൽ സംഘർഷരഹിതമായിട്ടൊരു സാഹചര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സമാധാനമുണ്ട്. അതിലൊരു സംശയം കൂടെ ചോദിക്കട്ടെ, അതായത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. CPMന്റെ കണ്ണൂരിലല്ലെങ്കിൽ കേരളത്തിലെവിടെയെങ്കിലും ഈ അക്രമവുമായി ബന്ധപ്പെട്ട ശൈലി എന്താണ്? അടിക്കില്ല എന്നതാണോ അതോ അടിച്ചാൽ തിരിച്ചടിക്കും എന്നതാണോ? അല്ല, ഇപ്പോൾ അതിൻ്റെ ആ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ലല്ലോ. ഇപ്പോൾ സംഘർഷരഹിതമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ഇവിടെ കണ്ണൂരെന്ന് അനിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂരിലെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ RSSകാരെ എത്ര കമ്മ്യൂണിസ്റ്റുകാരെ കണ്ണൂരിൽ കൊലപ്പെടുത്തിയിട്ടുള്ള കണക്ക് എടുത്തപ്പോൾ 63. കേരളത്തിലെ 13 ജില്ലകളിലായി CPMന്റെ 215 പ്രവർത്തകന്മാരെ RSSകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 215, അതിൽ 63 കണ്ണൂരാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാവുന്നത് കേരളത്തിലെ CPMന്റെ കരുത്തറ്റ കേന്ദ്രമാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂരിലെ തകർക്കാനുള്ള കൃത്യമായ പദ്ധതിയാണ് അവിടെ ആവിഷ്കരിക്കപ്പെട്ടത്. അവിടെ തലശ്ശേരി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ളത്. ആ തലശ്ശേരി താലൂക്ക് RSSന്റെ നേതൃത്വം ദത്തെടുത്തതായിട്ടുള്ള വാർത്തകളും വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ അടിച്ചിരുത്തുക, കായികമായിട്ട് ആക്രമിച്ചിരുത്തുക എന്ന പദ്ധതി RSS നടപ്പാക്കിയിരുന്നു എന്നതാണ്. പക്ഷെ അത് കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലെ 13 ജില്ലകളിലും CPMന്റെ പ്രവർത്തകന്മാർ RSSകാരാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികൾ. അപ്പോൾ അതുകൊണ്ട് കേരള പ്രതിഭാസമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ രക്തസാക്ഷിത്വം കേരളത്തിലുടനീളം സംഭവിച്ചിട്ടുണ്ട്. അക്രമങ്ങൾ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി RSS ആവിഷ്കരിച്ച് നടപ്പാക്കിയതാണ്. ഇപ്പോൾ സംഘർഷരഹിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. എന്നാൽ ഈ കണ്ണൂർക്കാരെ പറ്റി ഒരു തെറ്റിദ്ധാരണ മൊത്തം കേരളത്തിന് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെയുള്ള തെറ്റിദ്ധാരണകൾ, ആ തെറ്റിദ്ധാരണ അടിസ്ഥാന രാഷ്ട്രീയ ആണ്. അതായത് കണ്ണൂർ ജില്ലയുടെ പഴയ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എബവ് 50% LDFന് വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ CPM വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരാണ് ഈ കണ്ണൂർ എന്ന് പറയുന്നതാണ് എല്ലാ അക്രമത്തിൻ്റെയും കേന്ദ്രം എന്ന് പ്രചരിപ്പിക്കുന്നത്. കൃത്യമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായി വരുന്നത്. നമ്മൾ 2017 ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ഒരു RSSും CPMും കൂടി ഒരു അക്രമം അവസാനിപ്പിക്കാനുള്ള ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു. അതിന്റെ റിസൾട്ട് കാണുകയും ചെയ്തു. അത് വെച്ചിട്ടാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഹാൻഡിൽസ് ഒക്കെ CPM RSS ബാന്ധവം എന്നുള്ള കഥ ഇറക്കുന്നതും അതൊരു കാരണമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു മീറ്റിംഗ് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? അത് ശരിയായിരുന്നോ? അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ നല്ല നിലക്ക് നുണ പ്രചരിപ്പിക്കുമല്ലോ. ആ നുണപ്രചരണത്തിൻ്റെ ഭാഗമാണിത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ശ്രീ M നടത്തിയിട്ടുള്ള ചർച്ചയുണ്ടല്ലോ, ആ ചർച്ചയൊന്നും രഹസ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കണ്ണൂരിൽ സമാധാന റാലി നടത്തിയിട്ടുണ്ട്. അതായത് കത്തോലിക്ക ബിഷപ്പുമാരടക്കം, കോൺഗ്രസ് നേതാക്കന്മാരടക്കം, ലീഗുകാരടക്കം, ഞാനും അതിൻ്റെ അകത്ത് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ജാഥ
സമാധാന റാലി എന്ന അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ടുള്ള കാര്യമാണ്. എം മാത്രമല്ല സമാധാനത്തിന് വേണ്ടി മുൻകൈ എടുത്തത്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മുൻകൈ എടുത്തുകൊണ്ട് അന്നും ചർച്ച നടത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ സംഘർഷമുള്ള ഓരോ ഘട്ടത്തിലും ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടുണ്ട്. RSS ഇപ്പുറത്തിരിക്കുക, CPM ഇപ്പുറത്തിരിക്കുക, ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഉഭയകക്ഷി ചർച്ചകളിലൂടെയും VR കൃഷ്ണയ്യരുടെയും ശ്രീ എമ്മിൻ്റെയും ഒക്കെ മധ്യസ്ഥതയിലും ചർച്ച നടത്തിയിട്ടുണ്ട്. എമ്മിൻ്റെ ചർച്ചയോടുകൂടി ഇതാ ലൈറ്റ് ഓഫാക്കുന്നത് പോലെ സ്വിച്ച് ഇട്ടു നിന്നു അല്ല, അതിനുശേഷവും CPMൻ്റെ ഒരു മത്സ്യത്തൊഴിലാളി ഹരിദാസൻ തലശ്ശേരി പുന്നോലിൽ കൊല ചെയ്യപ്പെട്ടു. ഞങ്ങൾ തീരുമാനിച്ചു തിരിച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന നിലക്ക് തീരുമാനിച്ചു. അതിന് സഖാക്കളെ ഞങ്ങൾ ഒരുക്കി. അപ്പോൾ അതുകൊണ്ട് നാട്ടിൻ്റെ സമാധാനത്തിന് പ്രതിബദ്ധതയുള്ളൊരു ശക്തിയാണ് CPIM. അപ്പോൾ കണ്ണൂരിൽ തന്നെയാണ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച് അത് നടപ്പാക്കിയിട്ടുണ്ട്. അതേസമയം കണ്ണൂരാണ് CPMൻ്റെ ശക്തി കേന്ദ്രം, കരുത്തുറ്റ കേന്ദ്രമാണ്. അവിടെ CPMനെ തകർത്താൽ കേരളം കീഴടക്കാൻ എളുപ്പമാണ് എന്നുള്ള ആലോചനയാണ് അതിലേക്ക് നയിച്ചത്.